അസ്സലാമലൈക്കും. നമ്മളിന്ന് സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിന് അറുത്ത സ്ഥലത്തേക്കാണ് വന്നേക്കണത്. ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ് പൊളിച്ചിട്ട് വേറെ പുതിയത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെന്ന ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ഇവിടെയാണ് സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിന് അറുത്ത സ്ഥലം. സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട സ്വാലിഹ് നബി അവിടുത്തെ ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവർ എന്നാലും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവർ പറഞ്ഞു, താങ്കൾ പറയുന്ന അള്ളാഹു സത്യമാണെന്നുണ്ടെങ്കിൽ ഒരു പാറ കാണിച്ചിട്ട് ആ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിനുവേണ്ടി സ്വാലിഹ് നബി ദുആ ചെയ്യുകയും പിന്നീട് ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു വലിയ ഒട്ടകം ആ പാറയുടെ ഉള്ളിൽ നിന്ന് വരികയും ചെയ്തു. കുറച്ചു പേരൊക്കെ ഇത് കണ്ട് മതത്തിൽ വിശ്വസിക്കുകയും ശക്തന്മാരും ധനികരുമായ കുറച്ച് ആൾക്കാർ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തു. ആ ഒട്ടകം പിന്നീട് പ്രസവിക്കുകയും അവിടെ ആ കുട്ടിയുമായി ജീവിക്കുകയും ചെയ്തു. ഒട്ടകം വെള്ളം കുടിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് അവിടെ വെള്ളം കുടിക്കാൻ തികയാതെ വന്നു. പിന്നീട് ഒട്ടകത്തിനും മനുഷ്യർക്കും പ്രത്യേകം ദിവസങ്ങൾ നിശ്ചയിച്ചു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒട്ടകത്തിൻ്റെ പാല് എടുത്ത് ഉപയോഗിക്കാനും നബി അനുവാദം കൊടുക്കുകയുണ്ടായി. അവിശ്വാസികൾക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ ഒട്ടകത്തിനെ വധിക്കാൻ വേണ്ടി തയ്യാറെടുത്തു. ഒട്ടകത്തിനെ അവർ മറിഞ്ഞിരുന്ന് അമ്പെയ്ത് വീഴ്ത്തി ആ സാധുമൃഗത്തെ അവർ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ രക്തമാണ് ഈ പാറയിൽ നമ്മളിവിടെ കാണുന്നത്. മാഷാ അല്ലാഹ്, നമ്മൾ ചരിത്രത്തിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള സംഭവമാണ് നമ്മളിപ്പോൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഹോളെന്ന് പറയണത് ഒട്ടകം വെള്ളം കുടിച്ചേർന്ന സ്ഥലം ഒക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ കാൽപ്പാട് കണ്ടോ, അത് ഒട്ടകത്തിൻ്റെ കാൽപ്പാടാണ്. മുന്നൊന്നും ഇങ്ങോട്ട് എൻട്രി ഉണ്ടായിരുന്നില്ല, ഇത്രയും അടുത്ത് കാണാമെന്നുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇത്രയും അടുത്ത് കാണാനുള്ള സൗകര്യമൊക്കെ കിട്ടിയത്. കണ്ടോ, ഈ പാറയിലൊക്കെ ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പ് ഉണ്ട്. ഈ പാറയുടെ ഉള്ളിൽ നിന്നാണ് സ്വാലിഹ് നബിയുടെ ഒട്ടകം വന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അവർ സ്വാലിഹ് നബിയെ വധിക്കാൻ തയ്യാറെടുക്കുകയും അപ്പോഴേക്കും അള്ളാഹു അവരെ ശിക്ഷിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇതാണ് അവിടുത്തെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്, ആ പാറയുടെ അവിടുത്തെ ടോപ്പ് വ്യൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇവിടെ പോരുന്ന വഴിയിലൊക്കെ ഈ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്.